നമ്മൾ ജർമ്മനിയിൽ നേഴ്സിംഗ് കഴിഞ്ഞാൽ നാട്ടിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പലർക്കും ഉള്ള ഡൗട്ടാണ്. അതിന് ഒറ്റ ഉത്തരവുള്ളൂ, നമുക്ക് പോകാൻ പറ്റും, അവിടെ പോയി വർക്ക് ചെയ്യാനും പറ്റും. ബട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലും കഴിഞ്ഞ് നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ചെന്ന് നിങ്ങൾ പറയാം ഞാൻ ജർമ്മനിയിൽ ഹോസ്പിറ്റലും കഴിഞ്ഞാൽ എനിക്കിവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളെ ഡയറക്റ്റ്ലി അവർ അപ്പോയിൻറ്റ് ചെയ്യില്ല. അതെന്താണെന്ന് വെച്ചാൽ എല്ലാ കൺട്രികളിലും അവരുടേതായ എൻട്രി പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരു നേഴ്സ് ഇവിടെ വരുവാണെങ്കിലും അവർക്ക് എന്തായാലും ഇവിടുത്തെ ഓരോ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പൊതുവായിട്ടുള്ളൊരു കാര്യം. അപ്പം നിങ്ങളിങ്ങനെ കുറേ കേൾക്കുന്നുണ്ടാവും, അയ്യോ ജർമ്മനി പോയാൽ നിങ്ങൾ പെട്ടുപോകും, അവിടെ മാത്രമേ പണിയെടുക്കാൻ പറ്റുള്ളൂ, ജീവിതമേ തീർന്നു, അങ്ങനെയൊക്കെ കേൾക്കാം. ബട്ട് നിങ്ങളതൊക്കെ ജസ്റ്റ് അവോയ്ഡ് ചെയ്തിടുക. നിങ്ങൾക്ക് എന്തായാലും നാട്ടിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ജർമ്മനിയിൽ നല്ലൊരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതോർത്ത് ടെൻഷൻ ആവണ്ട. എനിക്ക് ഉറപ്പായി ഇപ്പോൾ ജർമ്മൻ പഠിക്കുന്ന കുറേ പിള്ളേർ ഇതൊക്കെ കേട്ട് നല്ല ടെൻഷൻ ഉണ്ടാവുമായിരിക്കും, അയ്യോ എന്താവും, പഠിക്കാൻ തുടങ്ങി, ഫ്യൂച്ചറിങ് എന്താവും, അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ നന്നായിട്ട് ജർമ്മൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.